കഴിഞ്ഞ ദിവസം CPM നേതാവും മുൻ മന്ത്രിയുമായ AK ബാലൻ ഒരു പരാമർശം നടത്തിയിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനെതിരെ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന്റെയും UDFന്റെയും നേതാക്കൾ വലിയ കോലാഹലമുണ്ടാക്കിയിരുന്നു. ഒരുപക്ഷെ എന്തുദ്ദേശിച്ചാകാം AK ബാലൻ അത് പറഞ്ഞത് എന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞതിൽ കാര്യമില്ലേ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ നിരീക്ഷകരെ, കേരളത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നിരീക്ഷകരെ പറഞ്ഞയച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരൊക്കെയാണ് കേരളത്തിലെ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിൽ നയിക്കാനുള്ള കേന്ദ്ര നേതൃത്വത്തിലെ നിരീക്ഷകർ ആരൊക്കെയാണ് എന്ന് അറിയുന്നത് വളരെ കൗതുകകരമായിരിക്കും. കാരണം ഒന്ന്, കനയ്യ കുമാറാണ് ഒരു നിരീക്ഷകൻ. രണ്ടാമത്തെ നിരീക്ഷകൻ രാജ്യസഭാംഗമായ ഇമ്രാൻ പ്രതാപർഹി, അതേപോലെ തന്നെ സച്ചിൻ പൈലറ്റ്, പിന്നെ കർണാടക എന്നൊരു KJ ജോർജുമുണ്ട്. എന്താണ് ഈ ഇലക്ഷൻ നിരീക്ഷകരുടെ ജോലി? കേരളത്തിലെ UDFനെ, കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുക, തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക, അതിനാവശ്യമായ സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുക, പ്രവർത്തനം ഏകോപിപ്പിക്കുക, ഇതൊക്കെയാണ് അവരുടെ ജോലി. സച്ചിൻ പൈലറ്റ് രാജസ്ഥാനിൽ ഗംഭീരമായി തെരഞ്ഞെടുപ്പ് തോറ്റു വന്ന ആളാണ്. കനയ്യ കുമാർ ആണെങ്കിൽ ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടില്ല. അദ്ദേഹം CPIയുടെ സ്ഥാനാർത്ഥിയായിട്ടും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടും ബീഹാറിലും ഒക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. ഇനി പ്രതാപർഹി, അദ്ദേഹത്തിന്റെയും വിവാദമായ പശ്ചാത്തലമുള്ള ഒരാളാണ് പ്രതാപർഹി. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിൽ കോൺഗ്രസ് ഭരിക്കുകയാണ്. അവിടുത്തെ ശക്തനായ നേതാവാണ് DK ശിവകുമാർ, രാഷ്ട്രീയ തന്ത്രജ്ഞൻ. കോൺഗ്രസിനകത്ത് ഇന്നുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞരിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ആളാണ് DK ശിവകുമാർ. അപ്പൊ DK ശിവകുമാറിന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കാനുള്ള എല്ലാ ശേഷിയും കഴിവുമൊക്കെ ഉള്ള ആളാണ് ശിവകുമാർ. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ആളാണ്. തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനത്തിലെ ഉപമുഖ്യമന്ത്രിയാണ്. എന്തുകൊണ്ടാണ് DK ശിവകുമാറിനെ ഒന്നും കേരളത്തിലേക്ക് നിരീക്ഷകരായി വിടാത്തത്? കോൺഗ്രസിന് ഭരണമുള്ള ഈ രാജ്യത്ത് കോൺഗ്രസിന് ഭരണമുള്ള 3 സംസ്ഥാനം, ഒന്ന് തെലങ്കാന, ഒന്ന് ഹിമാചൽ പ്രദേശ്, ഒന്ന് കർണാടക. അപ്പൊ തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡിയുണ്ട്, ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഭരണമുണ്ട്, കർണാടകത്തിൽ സിദ്ധരാമയ്യയുടെ ഭരണമാണ്. അവിടുത്തെ ഉപമുഖ്യമന്ത്രിയാണ് ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഇങ്ങനത്തെ ചൂതുകളിലൊക്കെ വിദഗ്ധനായിട്ടുള്ള ആളാണ് DK ശിവകുമാർ. എന്തുകൊണ്ടാണ് DK ശിവകുമാറിനെ ഇങ്ങോട്ട് അടുപ്പിക്കാത്തത്? ഇവിടെയാണ് AK ബാലൻ പറഞ്ഞതിലെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുക. കോൺഗ്രസ് ഇന്ന്, അല്ലെങ്കിൽ UDF ഇന്നൊരു മുസ്ലിം അനുകൂല വേദിയായിട്ട് മാറിയിരിക്കുകയാണ്. അതും ചെറിയ തോതിലുള്ള മുസ്ലിങ്ങളല്ല. ഈ രാജ്യം വിഭജിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലോകത്തെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള, അതായത് കശ്മീരിലെത്തിയാൽ കശ്മീർ ജമാഅത്തെ ഇസ്ലാമി, പാകിസ്ഥാനെത്തിയാൽ പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമി, ബംഗ്ലാദേശിലെത്തിയാൽ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി, ഇന്ത്യയിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് പറയുന്ന ഒരു സംഘടന, ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന, ഇന്ത്യയെ ഇസ്ലാമീകരിക്കാൻ പോകുന്ന സംഘടന, അല്ലെങ്കിൽ ശ്രമിക്കുന്ന സംഘടന. ആ സംഘടനയാണ് ഇന്നിപ്പോ ആരുടെ കൂടെ ഇരിക്കുന്നത്? UDFന്റെ കൂടെ ഇരിക്കുന്നത്. അവർ പറയുന്നത് BJPയെ തോൽപ്പിക്കാൻ ഞങ്ങൾ UDFനായാലും LDFനായാലും വോട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ അവരുടെ ലക്ഷ്യം BJPയെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന, വിഘടനവാദ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ നമുക്ക് അറിയാം, ഇന്ത്യ രാജ്യം വിഭജിക്കാൻ ആവശ്യപ്പെട്ടത് ആരാണ്? മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗ് 1906 രൂപീകരിക്കുന്നത്. 1906 രൂപീകരിച്ച മുസ്ലിം ലീഗിന്റെ നേതാവ് മുഹമ്മദ് അലി ജിന്ന 1940 മാത്രമാണ് തങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണം എന്ന് പറഞ്ഞത്. മുമ്പുള്ള മുസ്ലിം നേതാക്കൾ 1876 തന്നെ സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലെ, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലുള്ള ആളുകൾ പറഞ്ഞിരുന്നു തങ്ങൾക്ക് ഹിന്ദുക്കൾക്കും അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്കും ഒരു രാജ്യമായിട്ട് കഴിയാൻ പറ്റില്ല എന്ന്. അപ്പം ദ്വിരാഷ്ട്രവാദം തുടക്കം മുതലേ മുസ്ലിം അണികളിൽ ഉണ്ടായിരുന്നതാണ്. അത് 1940 മാത്രമാണ് ലീഗ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അന്ന് ദ്വിരാഷ്ട്രവാദം പറഞ്ഞ ലീഗിന്റെ ബാക്കി ഭാഗമാണ് കേരളത്തിലുള്ളത്. പക്ഷെ അവരിപ്പം ഞങ്ങള് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്, ഞങ്ങൾ അന്നത്തെ സർവേന്ത്യ മുസ്ലിം ലീഗ് അല്ല എന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട്. അതെന്ത് തന്നെ ആയാലും. പക്ഷെ ഇന്ന് കേരളത്തിൽ നാളെ ഭരിക്കാൻ പോകുന്നത് വളരെ അപകടകാരികളായിട്ടുള്ള
ആഗോള മുസ്ലിം രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിൽ AK ബാലൻ പറയുന്ന കാര്യങ്ങളെ അടിവരയിടുന്നതാണ് സമീപകാലത്തെ കോൺഗ്രസിനെ നേതൃത്വം ചെയ്യാൻ പോകുന്നത്. ആരാണ് ഈ കനയ്യ കുമാർ? കനയ്യ കുമാർ എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ച ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ മുസ്ലിം തീവ്രവാദികളുടെ കൂടെ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ച ആളാണ്. 2001 ഇന്ത്യൻ പാർലമെന്റ് നേരെ പാക് അനുകൂല തീവ്രവാദികൾ ഒരു ആക്രമണം നടത്തിയിരുന്നു. ആ 2001 തീവ്രവാദി ആക്രമണത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. പക്ഷേ അവരെ തൂക്കിക്കൊന്നത് 2016 മാത്രമാണ്. 2016 അതിൽ പ്രധാനിയായ അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊല്ലുന്നത്. ആ അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നതിനെതിരായിട്ട്, അതായത് ഇന്ത്യയുടെ പാർലമെന്റ് ആക്രമിച്ച തീവ്രവാദിയെ തൂക്കിക്കൊന്നതിൽ പ്രതിഷേധിച്ച് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഞങ്ങൾ ഇന്ത്യയെ വെട്ടിമുറിക്കും, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, കേരളത്തിന് സ്വാതന്ത്ര്യം വേണം, ബീഹാറിന് സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾ പ്രത്യേക രാജ്യമാണ്, ഞങ്ങൾ ഇന്ത്യയെ വെട്ടിമുറിക്കും, തുക്കടെ തുക്കടെ എന്ന മുദ്രാവാക്യം വിളിച്ച ഗ്യാങ് ആണ് ഒമർ ഖാലിദിന്റെയും കനയ്യ കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്ന് ആ മുദ്രാവാക്യം വിളിച്ചത്. ഈ ഒമർ ഖാലിദ് എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ 2020 ഡൽഹി കലാപത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നിരവധി പേരെ കൊലപ്പെടുത്തുന്നതിൽ ഗൂഢാലോചന നടത്തി അതിന്റെ പേരിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ആളാണ്. സുപ്രീം കോടതി വരെ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. കപിൽ സിബലിനെ പോലെയുള്ള കോടിക്കണക്കിന് രൂപ ഫീസ് വാങ്ങുന്ന നിരവധി വക്കീൽമാർ പലതവണ ജാമ്യാപേക്ഷയുമായി പോയി, പലതവണ അവർ ജാമ്യാപേക്ഷ അവർ തന്നെ സ്വയം പിൻവലിക്കുകയും ചെയ്തു. അങ്ങനെ ആ കേസ് ഇതുവരെ നീണ്ടു പോവാണ്. ഇതുവരെ ജാമ്യം കൊടുക്കാൻ പോലും ഒമർ ഖാലിദിന് ജാമ്യം കൊടുക്കാൻ തയ്യാറായിട്ടില്ല സുപ്രീം കോടതി. ഈ ഒമർ ഖാലിദും കനയ്യ കുമാറും ഒരുമിച്ചിരുന്നാണ് ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചത്. അന്നും അവർ ജയിലിൽ പോയിരുന്നതാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലാണ് അവർ മുദ്രാവാക്യം വിളിച്ചത്. അവർ മുദ്രാവാക്യം വിളിച്ചത് കാശ്മീരി തീവ്രവാദിയെ ഇന്ത്യയുടെ നീതിന്യായ പീഠം വിചാരണ ചെയ്ത് 10-16 വർഷത്തെ കോടതി നടപടി 15 വർഷത്തെ കോടതി നടപടികൾക്ക് ശേഷം യഥാർത്ഥ പ്രതിയെ തൂക്കിക്കൊന്ന സമയത്ത് ആ പ്രതിക്ക് അനുകൂലമായിട്ട്, നമ്മുടെ പാർലമെന്റ് ആക്രമിച്ച പ്രതിക്ക് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിച്ച ആളാണ് കനയ്യ കുമാരൻ. ആ കനയ്യ കുമാരനാണ് ഇന്ന് കോൺഗ്രസിന്റെ നേതാവായിട്ട് വന്നിരിക്കുന്നത്. നിരവധി തവണ മുസ്ലിം വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച് അനുകൂലിച്ച് സംസാരിച്ച ആളാണ് കനയ്യ കുമാർ. അപ്പൊ അങ്ങനെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിക്കകത്തുള്ള ഇസ്ലാമോ ലെഫ്റ്റ് സഖ്യത്തിന്റെ നേതാക്കളായിരുന്നു ഉമർ ഖാലിദും അതേപോലെ തന്നെ കനയ്യ കുമാറും. ഈ ഉമർ ഖാലിദ് എന്ന് പറയുന്ന ആള് ആരാണ്? ഉമർ ഖാലിദിന്റെ അച്ഛന്റെ പേര് SQR ഇല്യാസ്. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ആ വെൽഫെയർ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. ഇവരാണ് ഇന്ത്യയിൽ പൗരത്വ നിയമത്തിനെതിരായിട്ട് അവര് പോരാട്ടം നടത്തിയത്. അവർ പറഞ്ഞു ഇന്ത്യയിൽ പൗരത്വ നിയമം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെയൊക്കെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞേക്കും. അങ്ങനെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനത്തെ, നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് പാസാക്കിയ രാഷ്ട്രപതി അംഗീകരിച്ച നിയമത്തിനെതിരായിട്ട് രാജ്യം മുഴുവൻ കലാപം നടത്തിയ ആളുകളാണ് ഈ ഒമർ ഖാലിദും അതേപോലെയുള്ള ആളുകളും. ആ ഉമർ ഖാലിദിന്റെ കൂട്ടുകാരനാണ് കനയ്യ കുമാർ. ഈ കനയ്യ കുമാരാണ് ഉമർ ഖാലിദിനോടൊപ്പം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ, വിഘടനവാദപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയത്. അങ്ങനെയുള്ള ഒരാളെയാണ്, ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാത്ത ഒരാളെയാണ് കോൺഗ്രസ് എവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തുകൊണ്ട് DK ശിവകുമാറിനെ കൊണ്ടുവന്നില്ല? കാരണം DK ശിവകുമാർ അനധികൃതമായ കുടിയേറ്റക്കാരെ കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കുടിയൊഴിപ്പിച്ച ആളാണ്. അപ്പം അതിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളിൽ ആരും മലയാളികളല്ലാതിരുന്നിട്ട് പോലും അവർ മുസ്ലിങ്ങളായതുകൊണ്ട് മാത്രം അവിടേക്ക് ഇരച്ചു കയറിയതാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിഷേധിക്കാൻ പോയി. നമ്മുടെ AA റഹീം രാജ്യസഭാ MP കോൺഗ്രസിന്റെ അവിടേക്ക് പോയി. ആ സമയത്ത് മുസ്ലിം ലീഗുകാർ അവിടെ എത്തിയിരുന്നു. അപ്പം DK ശിവകുമാർ വന്നാൽ മുസ്ലിം വോട്ട് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചാണ് DK ശിവകുമാറിന് കേരളത്തിന് ചുമതല കൊടുക്കാതിരുന്നത്, കനയ്യ കുമാറിന് കൊടുത്തത്. അതേപോലെ തന്നെയാണ് ഇമ്രാൻ പ്രതാപ് ഖർഗി. ഗുജറാത്തില് അവിടുത്തെ പോലീസ് കേസെടുത്തു. വർഗീയപരമായ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചതിന് പോലീസ് കേസെടുത്ത ആളാണ്. ഹൈക്കോടതി വരെ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാൻ തയ്യാറായില്ല. അവസാനം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് സുപ്രീം കോടതിയിലെ ഒരു നൽകിയ ഇളവിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് പുറത്തു വരാനായത്. അങ്ങനെ ജനങ്ങളെ വർഗീയമായി തമ്മിലടിപ്പിക്കാൻ, ഗുജറാത്തിൽ പോയി വർഗീയമായി തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ച ആളാണ് ആര്?
ഈ ഇമ്രാൻ പ്രതാപ് ഗർഹി. അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ കേരളത്തിൽ, ഇതുവരെ നമ്മൾ ആരും കേൾക്കാത്ത പേരുകളാണ് ഇതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെയാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ ആളുകളാക്കി കൊണ്ടുവന്നിരിക്കുന്നത്, ഇൻചാർജമാരായിട്ട്, നിരീക്ഷകന്മാരായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. തൊട്ടടുത്തുള്ള ഇലക്ഷൻ നടത്തുന്നതിൽ മിടുക്കരായിട്ടുള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് എന്തുകൊണ്ടാണ് കനയ്യകുമാരനെയും ഇമ്രാൻ പ്രതാപ് ഗർഹിയൊക്കെ കൊണ്ടുവന്നത് എന്നുള്ളതിന് എന്ത് വിശദീകരണമാണ് കോൺഗ്രസിന്റെ നേതൃത്വം നമുക്ക് നൽകാൻ പോകുന്നത്? കാരണം അതിന്റെ പിറകിൽ ഒരു പ്രത്യേകമായ ലക്ഷ്യമുണ്ട്. അത് തന്നെയാണ് AK ബാലൻ പറഞ്ഞത്. ഈ ഉമർ ഖാലിദിന്റെ ഒക്കെ ആളുകളാണിപ്പോ ഇവിടെ കഴിയുന്നത്, അവയായിരിക്കും ഇനി കേരളം ഭരിക്കാൻ പോകുന്ന. അങ്ങനെ ഭയാനകമായ ഒരു അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ഗാസയുടെ പേരിലൊക്കെ വലിയ പ്രതിഷേധവും കോലാഹലങ്ങളൊക്കെ സൃഷ്ടിച്ചു. പക്ഷെ നമ്മുടെ തൊട്ടടുത്ത രാജ്യത്ത്, ബംഗ്ലാദേശിൽ, തൊട്ടടുത്ത രാജ്യം എന്ന് പറയുമ്പോൾ ജിയോഗ്രഫിക്കലി നമ്മുടെ രാജ്യത്തിന് അകത്ത് കിടക്കുകയാണ് ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശിലെ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ബംഗ്ലാദേശ് 47 വരെ നമ്മുടെ ഭാഗമായിരുന്നു. 71 നമ്മുടെ സഹായത്തോടു കൂടി രൂപീകരിച്ച രാജ്യമാണ് ബംഗ്ലാദേശ്. ആ ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷത്തിന് നേരെ നിരന്തരമായ ആക്രമണം നടക്കുന്നു. ഓരോ ദിവസവും ആളുകളെ ഒന്നുകിൽ ചുട്ടുകൊല്ലുന്നു, വെടിവെച്ച് കൊല്ലുന്നു, കുത്തിക്കൊല്ലുന്നു, അല്ലെങ്കിൽ ഓടിച്ചിട്ട് വെള്ളത്തിലിട്ട് എറിഞ്ഞു കൊല്ലുന്നു. അങ്ങനെ ഇത്ര ക്രൂരമായ കൊലപാതകങ്ങൾ നടക്കുന്ന സമയത്ത് AICC ആസ്ഥാനത്ത് KC വേണുഗോപാലും ജയറാം രമേശും പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, എന്താണ് ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷത്തിനെതിരെ നടക്കുന്ന അക്രമത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ച സമയത്ത് അത് കേൾക്കാൻ പോലും തയ്യാറാവാതെ പത്രസമ്മേളനം നിർത്തിപ്പോയ ആളുകളാണ് കോൺഗ്രസ്സുകാർ. കാരണം അവർക്ക് വേണ്ടത് മുസ്ലിം വോട്ടാണ്. അപ്പൊ ഇന്ത്യയിലെ ആളുകളെ മതത്തിന്റെ പേരിൽ തമ്മിലടുപ്പിച്ച് ഒരു വിഭാഗത്തിന്റെ വോട്ട് മൊത്തം കൈക്കലാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത്. അതുകൊണ്ടാണ് അവർ കനയ്യകുമാറിനെ പോലെയുള്ള ആളുകളെ, രാജ്യദ്രോഹ പാരമ്പര്യമുള്ള ആളുകളെ, ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ച ആളുകളെ, അതേപോലെ തന്നെ ഇമ്രാൻ പ്രതാപ് ഗർഹിയെ പോലെ വർഗീയ ലഹളകൾ ഉണ്ടാക്കാൻ മുന്നിട്ട് നിന്ന ആളുകളെ കേരളത്തിലെ കോൺഗ്രസിനെ നിരീക്ഷകരായിട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് AK ബാലൻ പറഞ്ഞതിൽ കുഴപ്പമൊന്നുമില്ല. UDF വരികയാണെങ്കിൽ ഇതിന്റെ ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണം അത് ജമാഅത്തെ ഇസ്ലാമിക്കായിരിക്കും. നിങ്ങൾ ഇന്ന് കോൺഗ്രസിനകത്ത് കാണുന്ന പല മതേതര മുഖങ്ങളുടെയും പിറകിലെ കാണാച്ചരടുകൾ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP യുടെയും ഒക്കെ ആയിരിക്കുമെന്ന് നമുക്ക് നാളെ കാണാൻ കഴിയും.